നമസ്കാരം, മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം. എല്ലാ കാര്യത്തിലും കേരളം മുമ്പിൽ. പ്രായപൂർത്തിയാകാതെ പ്രസവിക്കുന്ന സ്ത്രീകളുടെ കാര്യത്തിലും കേരളം മുമ്പിൽ. അഭിമാനിക്കാൻ ഇനി എന്താണ് വേണ്ടത്? സ്ത്രീകളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, ജീവിത നിലവാരം, ഇതിലൊക്കെ രാജ്യത്ത് ഒന്നാമത് എത്തി നിൽക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്ന് പറഞ്ഞാണ് എല്ലാവരും അഭിമാനിക്കുന്നത്. ഇതൊക്കെ പറയുമ്പോഴും എന്താണ് കേരളത്തിൽ നടക്കുന്നത് എന്ന കാര്യം അറിയണമെങ്കിൽ സർക്കാരിന്റെ ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പ് പുറത്തുവിട്ട കണക്കുകൾ പരിശോധിക്കേണ്ടതുണ്ട്. മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വകുപ്പാണ് ഈ പഠന റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. കേരളത്തിൽ പ്രായപൂർത്തിയാകാതെ പ്രസവിക്കുന്ന സ്ത്രീകളുടെ എണ്ണം ഞെട്ടിക്കുന്ന വിധത്തിൽ ഉയരുന്നതായിട്ടാണ് ഈ റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതിൽ തന്നെ പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ പ്രസവങ്ങൾ കൂടുതലായി ഉണ്ടാകുന്നത് മുസ്ലിം മതവിഭാഗത്തിലെ ആൾക്കാരിൽ നിന്നാണ് എന്ന കാര്യവും പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. വലിയ അറിവും പുരോഗമിച്ച സമൂഹവും എന്നൊക്കെ പറയുന്ന നമുക്കിടയിൽ പ്രായപൂർത്തിയാകാതെ പെൺകുട്ടികൾ പ്രസവിക്കണമെങ്കിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ വിവാഹിതരാകുന്നുണ്ട് എന്ന കാര്യം ഗൗരവമുള്ള വിഷയമാണ്. പ്രായപൂർത്തിയാകാത്ത അമ്മമാർ ഏറ്റവും കൂടുതൽ ഉള്ളത് മലപ്പുറം ജില്ലയിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 2022 കേരളത്തിൽ 15 വയസ്സിനും 19 വയസ്സിനും ഇടയിലുള്ള 12,939 പെൺകുട്ടികൾ അമ്മമാരാവുകയും കുട്ടികളെ പ്രസവിക്കുകയും ചെയ്തു എന്നാണ് കണക്കിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. 2021 ഇത് 15,501 ആയിരുന്നു. ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പ് പുറത്തുവിട്ട ഈ പഠന റിപ്പോർട്ട് പ്രായപൂർത്തിയാകാതെ പ്രസവിക്കുന്ന പെൺകുട്ടികളുടെ ജാതി തിരിച്ചുള്ള കണക്കും വ്യക്തമാക്കുന്നുണ്ട്. മുസ്ലിം സമുദായത്തിൽ നിന്നും 7,412 പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ അമ്മമാരായി മാറി. 4,465 പ്രായപൂർത്തിയാകാത്ത ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളും അമ്മമാരായി പ്രസവം നടത്തിയിട്ടുണ്ട്. ക്രിസ്തീയ മതവിഭാഗത്തിലെ ആൾക്കാർ മറ്റ് കണക്കുമായി നോക്കുമ്പോൾ വളരെ കുറച്ചു മാത്രമാണുള്ളത്. 417 പ്രായപൂർത്തിയാകാത്ത ക്രിസ്തീയ പെൺകുട്ടികളാണ് പ്രസവം നടത്തിയിട്ടുള്ളത്. ഈ പറയുന്ന റിപ്പോർട്ടിൽ ദുഃഖകരമായ അല്ലെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വസ്തുത കൂടിയുണ്ട്. കണക്ക് തയ്യാറാക്കിയ വർഷത്തിൽ 15 വയസ്സിന് താഴെയുള്ള 7 പെൺകുട്ടികൾ പ്രസവിച്ച് അമ്മമാരായി എന്നത് സമൂഹം ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണ്. സ്ത്രീകളുടെ കാര്യത്തിൽ എല്ലാ തരത്തിലുള്ള പരിഗണനകളും സ്ത്രീ ശാക്തീകരണത്തിന് വലിയ തോതിലുള്ള പ്രവർത്തനങ്ങളും പ്രഖ്യാപിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഭരണം തുടരുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ പരിധി വിട്ട പ്രസവത്തിന്റെ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത്. വിദ്യാഭ്യാസവും ആരോഗ്യവും ചികിത്സയും എല്ലാ സംസ്ഥാനങ്ങളിലും ലഭ്യമാക്കി അവർക്ക് തൊഴിൽ സൗകര്യം കൂടി ഉറപ്പാക്കുന്ന നിരവധി പദ്ധതികളും പരിപാടികളും സംസ്ഥാന സർക്കാർ നടത്തുന്നുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുടെ സാമൂഹിക പുരോഗതിയും സാമ്പത്തിക വളർച്ചയും വലിയൊരു അളവിൽ ഉയർത്തിയെടുക്കാൻ സംസ്ഥാനത്തെ വ്യാപകമായി പ്രവർത്തിക്കുന്ന കുടുംബശ്രീ സംഘങ്ങൾ വഴി കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ സാമൂഹികമായ ഉയർച്ചയും വളർച്ചയും നേടി എന്ന് അഭിമാനിക്കുമ്പോഴാണ് നമുക്ക് തന്നെ നാണക്കേട് ഉണ്ടാക്കുന്ന ചെറുപ്രായത്തിലുള്ള പെൺകുട്ടികളുടെ പ്രസവം സംബന്ധിച്ച കണക്കുകൾ പുറത്തു വരുന്നത്. പ്രായപൂർത്തിയാകാതെ പെൺകുട്ടികൾ വിവാഹിതരാകുന്നതും ഗർഭിണികളാകുന്നതും അവരുടെ ഭാവി ആരോഗ്യത്തിനും ജീവിതത്തിനും തൊഴിലിനും ദോഷകരമായി ബാധിക്കും എന്നും അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കാര്യക്ഷമമായ നിരീക്ഷണവും നടപടികളും ഉണ്ടാകണമെന്ന് ഐക്യരാഷ്ട്ര സംഘടനയുടെ വിഭാഗമായ യൂണിസെഫ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ്. എന്നാൽ ഇപ്പോഴും ചില മതവിശ്വാസികൾക്കിടയിൽ പഴയ പാരമ്പര്യവും പഴയ രീതികളും തുടരുന്നു എന്നതിൻ്റെ തെളിവുകളാണ് മുസ്ലിം മതവിശ്വാസികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ പ്രായം തികയാത്ത പെൺകുട്ടികളുടെ വിവാഹങ്ങൾ നടക്കുന്നത് എന്ന കാര്യം ഗൗരവതരമാണ്. എന്തായാലും ജാതിയും മതവും മാറ്റി നിർത്തി സമൂഹത്തിന്റെ സുരക്ഷയും ഭാവിയും ഉറപ്പാക്കുന്നതിന് സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം മതപരമായ സംഘടനകൾക്കും വലിയ പങ്ക് വഹിക്കാൻ കഴിയുന്നതാണ്. മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും അവരവരുടെ മതവിശ്വാസികൾക്കിടയിൽ കാലത്തിൻ്റെ മാറ്റങ്ങൾ ഉൾക്കൊള്ളുവാൻ തയ്യാറാവാത്ത അനുഭാവികൾ ഉണ്ടെങ്കിൽ അവർ പാരമ്പര്യത്തിൻ്റെ പേരിൽ തെറ്റ് ചെയ്യാൻ മുന്നോട്ട് വന്നാൽ അത് തടയുവാനും അവരെ യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടുത്തി നടപടികളിൽ നിന്നും പിന്തിരിപ്പിക്കുവാനും മതസംഘടനകൾ അവരുടെ പങ്ക് വഹിക്കുകയാണ് സാമൂഹ്യ മാറ്റത്തിന് ഏറ്റവും നല്ല കാര്യം. നന്ദി, നമസ്കാരം.